മലപ്പുറം വേങ്ങര സ്വദേശി മുഹമ്മദ് അലി എത്ര പേരെ കൊലപ്പെടുത്തിയിട്ടുണ്ട്? മരിച്ചത് ആരൊക്കെയാണ്? 3.5 പതിറ്റാണ്ടിന് ശേഷമുള്ള മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് പോലീസ് സംഘം. കൂടരഞ്ഞിയിലും വെള്ളയിൽ ബീച്ചിലുമായി 2 പേരെ കൊലപ്പെടുത്തിയെന്നാണ് മുഹമ്മദ് അലി പോലീസിനോട് പറഞ്ഞത്. കൂടരഞ്ഞിയിൽ കൊലപ്പെടുത്തിയെന്ന് പറയുന്നയാൾ കണ്ണൂർ ഇരിട്ടി സ്വദേശി എന്നാണ് സൂചന. വെള്ളയിൽ ബീച്ചിൽ 1989 കണ്ടെത്തിയ അജ്ഞാത മൃതദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലീസ് ശേഖരിക്കുന്നുണ്ട്. വെള്ളയിൽ കൊലപാതകത്തിന് മുഹമ്മദ് അലിക്ക് ഒപ്പമുണ്ടായിരുന്നുവെന്ന് പറയുന്ന കഞ്ചാവ് ബാബുവിനെ കണ്ടെത്താനും ശ്രമം ആരംഭിച്ചു. അന്നത്തെ ക്രിമിനൽ കേസ് രേഖകളിൽ ഈ പേരുണ്ടോ എന്നാണ് പരിശോധിക്കുന്നത്. ഡിസംബറിൽ തന്റെ 14-ാമത്തെ വയസ്സിൽ ഒരാളെ കൂടരഞ്ഞിയിലെ തോട്ടിൽ തള്ളിയിട്ട് കൊന്നെന്നാണ് മുഹമ്മദ് അലി വേങ്ങര പോലീസ് സ്റ്റേഷന് മുന്നിൽ ഹാജരായി കുറ്റസമ്മതം നടത്തിയത്. തുടർ ചോദ്യം ചെയ്യലിൽ 36 വർഷം മുൻപ് 1989 കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് മറ്റൊരു യുവാവിനെ കൊലപ്പെടുത്തിയെന്നും ഇയാൾ പോലീസിനോട് പറഞ്ഞു. സുഹൃത്തിന്റെ പണം പിടിച്ചുപറിച്ചതിന്റെ പ്രതികാരത്തിൽ കടപ്പുറത്ത് വെച്ച് യുവാവിനെ താനും ബാബു എന്ന സുഹൃത്തും ചേർന്ന് കൊലപ്പെടുത്തിയെന്നാണ് വെളിപ്പെടുത്തൽ. താൻ 2 കാലും പിടിച്ചു കൊടുക്കുകയും സുഹൃത്ത് ബാബു പൂഴിയിൽ മുഖമമർത്തി യുവാവിനെ കൊല്ലുകയും ചെയ്തതാണ് മൊഴി. 30 വയസ്സ് തോന്നിക്കുന്നയാളുടെ വായിൽ നിന്നും മൂക്കിൽ നിന്നും ചോര വാർന്ന നിലയിൽ മൃതദേഹം കണ്ടെത്തിയെന്നാണ് 1989 സെപ്റ്റംബർ 25 പ്രസിദ്ധീകരിച്ച പത്രവാർത്തകളിൽ പറയുന്നത്. അന്നത്തെ കേസിന്റെ രേഖകൾ തേടിയിറങ്ങിയ പോലീസിന് 1989 സെപ്റ്റംബർ 24 ഗാന്ധി റോഡ് ജംഗ്ഷന് സമീപത്തെ കടപ്പുറത്ത് 30 വയസ്സുകാരനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട് എഫ്ഐആറിന്റെ ഇൻഡെക്സ് മാത്രമാണ് നിലവിൽ ലഭിച്ചിട്ടുള്ളത്. ഇൻക്വസ്റ്റ്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ എന്നിവ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. ഈ കൊലപാതകത്തിന് മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തലുമായി സാമ്യതകൾ ഉണ്ടെങ്കിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാലേ കേസുമായി മുന്നോട്ടു പോകാൻ കഴിയുകയുള്ളൂ. ആദ്യം അസ്വാഭാവിക മരണമെന്ന നിലയിൽ രജിസ്റ്റർ ചെയ്ത കേസ് പിന്നീട് കൊലപാതകമെന്ന് തെളിഞ്ഞതോടെ കൊലക്കുറ്റം കൂടി ചേർത്ത് എഫ്ഐആർ മാറ്റം വരുത്തുകയായിരുന്നു. വെള്ളയിൽ വെച്ച് കൊല്ലപ്പെട്ടയാളെയും കൊലപാതകിയെയും ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല. സമാനമായ ഏക കേസ് എന്ന നിലയിലാണ് യുവാവിന്റെ മരണം മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് ടൗൺ അസിസ്റ്റന്റ് കമ്മീഷണർ TK അഷ്റഫിന്റെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷിക്കുന്നത്. മുഹമ്മദ് അലി പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ എന്ന് പരിശോധിക്കുക മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നതെന്ന് പോലീസ് പറയുന്നു. അന്ന് മുഹമ്മദ് അലിക്ക് 17 വയസ്സായിരുന്നു പ്രായം. പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ലാതെ കോഴിക്കോട് അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്ന സമയത്താണ് ബാബു എന്നയാളെ പരിചയപ്പെടുന്നതും കൃത്യം നടത്തുന്നുവെന്നാണ് മുഹമ്മദ് അലി പോലീസിനോട് പറഞ്ഞത്. ബാബു എറണാകുളം സ്വദേശിയാണെന്നല്ലാതെ മറ്റു വിവരങ്ങളൊന്നും ഇയാൾക്കറിയില്ല. മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ 2 ജില്ലകളിലെ പോലീസ് സംഘമാണ് കേസ് അന്വേഷണം നടത്തുന്നത്. വെള്ളയിൽ ബീച്ചിൽ 1989 കണ്ടെത്തിയ മൃതദേഹത്തിന്റെ പൊരുളുകൾ ചെയ്യാൻ സിറ്റി പോലീസ് കമ്മീഷണർ 7-അംഗ ക്രൈം സ്ക്വാഡ് രൂപീകരിച്ചു. കൂടരഞ്ഞിയിൽ 1986 മരിച്ച യുവാവിന്റെ ശ്വാസകോശത്തിൽ മണ്ണും ചെളിയും കണ്ടിരുന്നതായി അന്നത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മരണത്തിന് 3 ദിവസങ്ങൾക്ക് ശേഷം ഇരിട്ടിയിൽ നിന്ന് 4-അംഗ സംഘം മരിച്ചയാളുടെ വിവരങ്ങൾ തിരക്കി കൂടരഞ്ഞിയിൽ വന്നിരുന്നതായി നാട്ടുകാർ ഓർക്കുന്നു. കൂടരഞ്ഞിയിൽ മരിച്ച അജ്ഞാതന്റെ വേരുകൾ തേടി തിരുവമ്പാടി പോലീസ് ഇരിട്ടിയിലേക്കും പാലക്കാട്ടേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. മലപ്പുറം വേങ്ങര പോലീസ് മുഹമ്മദ് അലിയെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി മൊഴിയെടുക്കാനുള്ള നീക്കം തുടങ്ങിയിട്ടുണ്ട്. മുപ്പത്തൊൻപത് വർഷമായി വേട്ടയാടുന്ന മനസ്സിലെ വിങ്ങൽ അവസാനിപ്പിക്കാനാണ് കുറ്റം ഏറ്റുപറഞ്ഞതെന്നാണ് മുഹമ്മദ് അലി പോലീസിനോട് വെളിപ്പെടുത്തിയത്. കൂടരഞ്ഞിയിലെ കൊലപാതകത്തിൽ മുഹമ്മദ് അലിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് തിരുവമ്പാടി പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ആ കേസിലും പോസ്റ്റ്മോർട്ടം രേഖകൾ ഉൾപ്പെടെ ലഭിക്കാനുണ്ട്. മുഹമ്മദ് അലിക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകാമെന്ന സഹോദരൻ പൗലോസിന്റെ വെളിപ്പെടുത്തലിനെ തുടർന്ന് ആ വഴിക്കും പോലീസ് പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. 2015 കോഴിക്കോട് വിജയ ആശുപത്രിയിലും തൊട്ടടുത്ത വർഷം
മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മുഹമ്മദ് അലി ചികിത്സ തേടിയിരുന്നതായും വിവരം ലഭിച്ചു. അതിന്റെ വിശദാംശങ്ങളും പോലീസ് ശേഖരിക്കുന്നുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്.